ആങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ മലയാള ബൈബിൾ പരിഭാഷ നടന്നിട്ട് 200 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അക്കാലത്തൊരു സാഹിത്യ ഭാഷ ഉണ്ടായിരുന്നു. പ്രസിദ്ധരായ മലയാള സാഹിത്യകാരന്മാരോടൊപ്പം എബ്രായ ഭാഷ, ഗ്രീക്ക് ഭാഷ പണ്ഡിതന്മാരും ഈ പരിഭാഷയുടെ ഭാഗമായി തീർന്നിട്ടുണ്ട്. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞു, 200 വർഷം പിന്നിട്ടിരിക്കുമ്പോൾ ആ ഒരു ഭാഷ ഇപ്പോൾ പല പ്രയോഗങ്ങളും, ആ ഭാഷയിലെ പ്രയോഗങ്ങൾ പലപ്പോഴും നിലവിലില്ല. അതിന് ബൈബിൾ സൊസൈറ്റി ഒരു പരിഷ്കരണം നടത്തുവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതും പരാജയപ്പെടുകയുണ്ടായി. അതുകൊണ്ട് നാമായിട്ട് ഈ ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ ആധുനിക മലയാളവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാത്ത കാലത്തോളം ആ പാതിരി മലയാളം ഇപ്പോഴും അനുകരിക്കേണ്ട, അതിൻ്റെ ചുവട് പിടിച്ചൊരു സാഹിത്യ രചനകളും പ്രഭാഷണവും നടത്തേണ്ട ഗതികേട് നമുക്കുണ്ടായിരിക്കുക. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പാതിരി ഭാഷയാണെങ്കിൽ അതിൽ നിന്ന് അധപ്പതിച്ചപ്പോൾ ഉപദേശി ഭാഷയായി തോന്നിരിക്കുക. ആ പ്രയോഗങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ പരിഹസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന പല പദങ്ങൾ ഇപ്പോൾ പ്രയോഗത്തിലില്ല. ഇപ്പോൾ വെളിപ്പാട് പുസ്തകം വായിക്കൊണ്ട് അതിനെ മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കും 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഗ്രാമർ പോലും തെറ്റ് മാത്രമല്ല, ആ പദങ്ങൾ പോലും ഇപ്പോൾ ഉപയോഗത്തിലില്ല. 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഏകദേശം അരമണിക്കൂറോളം സ്വർഗത്തിൽ മൗനതയുണ്ടായി. ഗുരുതരമായ 2 ഭാഷാ തെറ്റുകളാണ് വന്നിരിക്കുന്നത്. ഏകദേശം ഓളം എല്ലാം ഒന്ന് തന്നെയാണ്. അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ മതി, അരമണിക്കൂറോളം എന്ന് പറയാം. ഏകദേശം അരമണിക്കൂറോളം എന്ന് പറയേണ്ട ആവശ്യം ഇല്ല. 2ാമത്തെ തെറ്റ് മൗനതയുണ്ടായി. ഈ മൗനത തെറ്റാണ്. നമ്മൾ ധാരാളം ആളുകൾ ഇപ്പോൾ ഒത്തിരി പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പദങ്ങളുടെ കൂടുതൽ അല്ലെങ്കിൽ ഉപയോഗമാണ്, പദങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക. മൗനതയല്ല, മൗനം ഉണ്ടായി. വേഗത, ഈ വേഗത ഇപ്പോൾ അനേക സാഹിത്യകാരന്മാർ വേഗത ഇല്ല മലയാളത്തിലെ. വേഗം, ഐക്യത ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഐക്യതയില്ല, ഐക്യം. അങ്ങനെ ഒട്ടേറെ പദങ്ങൾ ഇപ്പോൾ ഈ നെറ്റിലൊക്കെ എടുക്കുമ്പോൾ ചില ഭാഷാ പ്രയോഗങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ അരോചകം ഉണ്ടാകാറുണ്ട്. വിരുദ്ധത, അങ്ങനെ പദം മലയാളത്തിലില്ല. വിരോധമോ വൈരുദ്ധ്യമോ പറയാം, അല്ലെ വിരുദ്ധതയില്ല. പക്ഷെ അത് സാഹിത്യകാരന്മാരോട് പറയുക, സാഹിത്യകാരന്മാരുടെ പ്രയോഗം അവർ ചെയ്യുക. ഒരു പക്ഷേ ഇങ്ങനെ പറഞ്ഞ് എന്നെ ശീലിച്ചുകൊണ്ട് സംഭവിച്ചതാകാം. അതുപോലെ തന്നെ ഉപദേശിമാർ, ഞാനങ്ങനെ പറയാൻ ഉപയോഗിക്കുന്നില്ലെങ്കിലും, വരുവാൻ തക്കവണ്ണം ഇടയാറ്റി എന്ന് പറയാമല്ലോ. ഇടയ്ക്ക് തക്കവണ്ണം വേണോ? ഈ തക്കവണ്ണം എന്ന പദം ഉപയോഗിക്കാം, സോദാറ്റ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തതും എല്ലാം ഈ തക്കവണ്ണം എന്ന് പ്രയോഗിക്കുക. പിന്നെ ചില പ്രാദേശിക പ്രയോഗങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് കോട്ടയത്തിൻ്റെ സമീപപ്രദേശമാണ് ഈ പാലായി പോലും എപ്പോഴാ ഏറ്റം ചോദിക്കും. എഴുന്നേറ്റെന്ന് ചോദിക്കുന്നത് കോട്ടയംകാരാ പാലക്കാര്, അവരും പറയാം എപ്പോഴാണ് എഴുന്നേറ്റെന്ന് ചോദിക്കും, ഏറ്റെന്ന് ചോദിച്ചത്. അതുപോലെ തന്നെ ഈ പദം തന്നെ തിരുവനന്തപുരത്ത് ഉപയോഗിക്കുമ്പോൾ എപ്പോഴാണ് എഴുതിച്ചെന്ന് ചോദിക്കും. എഴുന്നേൽക്കുക എന്ന് പറയുന്നത് അവർ ഉപയോഗിക്കുന്നത് എഴീക്കുക, ചിലയിടത്ത് എണീക്കുക. അത് പിന്നെ ഒരു സാധാരണ പ്രയോഗമാണ്. അപ്പൊ നമ്മള് പ്രസംഗീയന്മാര് വളരെ സസൂക്ഷ്മം ഈ പദങ്ങൾ ഉപയോഗിക്കണം. ഉദാഹരണത്തിന് എൻ്റെ ഭാര്യയുടെ പ്രതിരുന്നക്കാരിയാണ്. കൊട്ട എന്ന പദം അവിടെ ഉപയോഗിക്കാൻ പറ്റുകയില്ല. നമ്മളിപ്പോൾ ഈ കൊട്ട എന്നൊക്കെ പറഞ്ഞ് ശീലം ഉണ്ടെങ്കിലും തിരുവനന്തപുരത്ത് പ്രസംഗിക്കാൻ പോകുമ്പോൾ കൊട്ടയെന്ന് ഉപയോഗിക്കാൻ പാടില്ല. ഈ പൂള എന്ന പ്രയോഗം ഇത് കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. തൃശ്ശൂര് കപ്പയ്ക്ക് പൂള എന്നാണ് പറയുന്നത്. അത് കോട്ടയത്തേക്ക് വരുന്ന കപ്പയായി, കൊല്ലത്തേക്ക് വരുന്ന ചീനിയായി, തിരുവനന്തപുരത്ത് മരച്ചീനിയാവും. പിന്നെ ചിലയിടത്ത് കൊള്ളിയെന്നും അങ്ങനെ ഉണ്ടാവും. തൃശ്ശൂര് കൊള്ളി. അപ്പൊ ഈ പദങ്ങള് എല്ലാം കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പദങ്ങൾ ചിലത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. നേരത്തെ കൊട്ടയെന്ന് പറഞ്ഞതുപോലെ തന്നെ പൂള എന്ന പദം തിരുവനന്തപുരത്ത് ഉപയോഗിക്കാൻ
പറ്റിയ പ്രയോഗമല്ല. അപ്പൊ നമ്മൾ ഈ പ്രസംഗീയന്മാര് എന്താണ് പ്രയോഗത്തിലിരിക്കുന്ന ഭാഷയെന്നും എന്താണ് സഭ്യമല്ലാത്ത ഭാഷയെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം പ്രയോഗിക്കാൻ. ഇപ്പോൾ ചില ഉച്ചാരണങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ക്ലാസ്സുകളിൽ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ആ ഉച്ചാരണങ്ങൾ കേൾക്കുമ്പോൾ വളരെ അരോചകമായി തീരും. സഭയിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ചോദിച്ചു, മേഘാരൂഢനായ വരുന്ന കർത്താവ് എന്നാ പറയുന്നത്. എല്ലാവരും മേഘാരൂഢനായ വരുന്ന കർത്താവ് എന്ന് പറഞ്ഞാലേ പ്രസംഗത്തിന് പ്രൗഢി ഉണ്ടാകുള്ളൂ. കാരണം ഈ സംസ്കൃത പദങ്ങൾ ഒട്ടേറെ ഉപയോഗിച്ചിട്ടുണ്ട്. മണിപ്രവാള ശൈലി ഒരു കാലത്ത് നമുക്ക് അറിയാമല്ലോ. മണിപ്രവാള ശൈലിക്ക് ശേഷം പിന്നീട് ഈ തനി മലയാളത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയ അല്ലെങ്കിൽ പ്രയോഗിക്കാൻ അനേക സാഹിത്യകാരൻ മുൻപോട്ട് വന്ന് അതിലൊന്നാണ് നമ്മുടെ ചങ്ങമ്പുഴ. തനി മലയാള ശൈലി എഴുതുന്ന ഒരാളാണ്. കുമാരനാശാൻ പോലും ഒരു തരം മണിപ്രവാള ശൈലിയാണ്. അനേക സംസ്കൃത പദങ്ങൾ നമ്മുടെ സൈമൺ സാർ തന്നെ ഒട്ടേറെ സംസ്കൃത പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് തെറ്റാണെന്നല്ല, സംസ്കൃത പദത്തിന് ഒരു പ്രൗഢിയുണ്ട്. ചില പദങ്ങൾ സംസ്കൃത പദങ്ങൾ തന്നെ ചേർക്കേണ്ടി വരും. ഉദാഹരണത്തിന് ഡോക്ടർ എന്ന ഇംഗ്ലീഷ് പദം, ആ പദത്തിന് മലയാളത്തിലെ വിവർത്തനം വൈദ്യൻ എന്നാണ്. പക്ഷെ ഇംഗ്ലീഷ് ഡോക്ടർ വൈദ്യൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇഷ്ടപ്പെടുകയല്ല. കാരണം ഈ വൈദ്യൻ ആരാണ്? ആയുർവേദ ഡോക്ടറാണ്. അപ്പൊ അദ്ദേഹത്തെ വേണമെങ്കിൽ ബിഷഗ്വരൻ എന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. സംസ്കൃത പദം പറഞ്ഞാൽ കുഴപ്പമില്ല, ഇംഗ്ലീഷ് പറഞ്ഞാലും കുഴപ്പമില്ല. തനി മലയാളത്തിൽ പറഞ്ഞാൽ അയാൾക്ക് ഇഷ്ടപ്പെടുകയില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ വ്രതകാരുടെ, ഞാനിപ്പോൾ കുറ്റപ്പെടുത്തുകയല്ല, വ്രതകാരുടെ ഇടയിൽ ഏറ്റവും പ്രചാരമായ പ്രയോഗമാണ് മൂപ്പൻ. എൻ്റെ വീക്ഷണത്തെ മൂപ്പൻ പദം എടുത്ത് കളയണം നമ്മൾ വ്രതകാര്. മൂപ്പൻ എന്ന് പറഞ്ഞാൽ മൂന്നര മൂപ്പന്മാരുണ്ട്. ഒന്ന് ആദിവാസി മൂപ്പൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ ഒരു തലപൊട്ടുകാരനായ അയാൾ മൂപ്പനാ. പിന്നെ മുതുക്കന്മാരുണ്ട്, വയസ്സന്മാർ, അതും അതിലേത് മൂപ്പനാ? വ്രതകാരുടെ മൂപ്പൻ. കാരണം ഞാനീ പറഞ്ഞത് ആ പ്രയോഗം ഈ മൂപ്പൻ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഏതോ വയസ്സൻ ആണെന്നുള്ള പ്രതീതി ഉണ്ടാകും. അപ്പൊ അതിന് പകരം എൽഡർ എന്ന് ഇംഗ്ലീഷ് പറഞ്ഞാൽ എന്ത് കുഴപ്പമുണ്ടോ? ഈ പാസ്റ്ററിന് ഇടയെന്ന് പറയാറില്ലല്ലോ, പാസ്റ്റർ എന്നാ പറയുന്നത്. അപ്പോൾ അതിന് പകരം എൽഡർ എന്ന് പറഞ്ഞാൽ എന്ത് കുഴപ്പം? ഇംഗ്ലീഷ് ചില പദങ്ങൾക്ക് കുറച്ചും കൂടെ ആഢ്യത്വമുണ്ട്. ചില ഇംഗ്ലീഷ് പദങ്ങൾ പറഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല. ചിരപരിചിതമായ ഒട്ടേറെ പ്രയോഗങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നുണ്ട്. ഡെസ്ക്, ബെഞ്ച്, ഇതൊക്കെ മാറ്റാൻ പറ്റുമോ? സ്വിച്ച് എന്ന പദത്തിന് ബുദ്ധിശക്തി ഗമനാഗമന നിയന്ത്രണ യന്ത്രം എന്നാണ് ഈ മലയാളത്തിൽ കൊടുക്കുക. അങ്ങനെ ആരെങ്കിലും പറയുമോ? പിന്നെ കൊതനാങ്കമുണ്ട്, ബോയിലിംഗ് പോയിന്റ്, അങ്ങനെ ഒട്ടേറെ ഉപയോഗിച്ചിരിക്കുന്നത് പറയാൻ പറ്റില്ല, ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ ഇങ്ങനെ ഒട്ടേറെ പദപ്രയോഗങ്ങൾ മലയാളത്തിലുള്ളത് ഒരുപക്ഷെ നമുക്ക് പരസ്യമായി പ്രയോഗിക്കാൻ കഴിയാത്തതാണ്. അതിന് പകരം ഇംഗ്ലീഷ് പദങ്ങൾ ഉപയോഗിക്കുന്ന കഴിപ്പില്ല. ഇംഗ്ലീഷ് ഭാഷയിൽ മാറ്റം ഉണ്ടാകും. 16-ാം നൂറ്റാണ്ടാണല്ലോ ഇംഗ്ലീഷ് കിങ് ജെയിംസ് വേഷം പരിചയപ്പെട്ടേ. അന്ന് ഈ ഫേസിന്, മുഖത്തിന് കൗണ്ടനൻസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ കൗണ്ടനൻസ് സാധാരണ പ്രയോഗത്തിൽ ഇല്ല. യുവർ സിറ്റിസൺഷിപ്പ് ഇൻ ഹെവൻ എന്നുള്ളതിന് യുവർ ഇന്നോസ് അതിന് കൊടുത്തിരിക്കുന്നത് എന്തറിയാമോ? അതിന് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത് അറിയാമോ? യുവർ കോൺവെർസേഷൻ ഈസ് ഇൻ ഹെവൻ. കോൺവെർസേഷന്റെ അർത്ഥം എന്താണ്? സംഭാഷണം. പക്ഷെ അവരുദ്ദേശിക്കുന്നത് എന്താണ്? സിറ്റിസൺഷിപ്പ്. അതുപോലെ തന്നെ മീറ്റ് ഓഫറിംഗ്, ലേവ്യ പുസ്തകത്തിൽ ആ മീൽസ് ഓഫറിങ്ങോ മീൽ ഓഫറിങ്ങോ പറയും. മീറ്റ് ഓഫറിങ് ഇറച്ചിയല്ലത്. അക്കാലത്ത് ശരിയായിരിക്കാം, ഈ 16-ാം നൂറ്റാണ്ടിലൊക്കെ ശരിയാ. അതിന് അതുപോലെ തന്നെ ബൈബിളില് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തില് കുല ചെയ്യരുന്നുണ്ട്. കുല എന്ന് പറഞ്ഞാൽ വാഴക്കുലയാ. വാഴക്കുല ചെയ്യരുന്നർത്ഥം, കൊല ചെയ്യരുന്ന് തന്നെ പറയണം. ആ കൊല, അതിന് ബൈബിൾ ഓർത്തുകൊണ്ട് പ്രസംഗിക്കുന്നതൊക്കെ കൊല തന്നെ അങ്ങ് പറയുക. ആ പ്രയോഗം മാറിയെന്ന് ഈ പ്രസംഗികന്മാർ മനസ്സിലാക്കുന്നില്ല. അല്ല, അത് കണി എന്ന് എഴുതുകയാണെങ്കിലും ഉച്ചരിക്കുമ്പോൾ കെണി എന്ന് പറയണം. ബലം എന്ന് പറയല്ലോ, ബലം നിന്നിലുള്ളോൻ ഭാഗ്യം നിറഞ്ഞോൻ, ബലം എന്ന് എഴുതുന്നേ. അപ്പം ചില മലയാള പദങ്ങള് ഉച്ചരിക്കുമ്പോൾ ആ എഴുതുന്ന പോലെയല്ല ഉച്ചരിക്കുന്നത്. ഇംഗ്ലീഷ് പദങ്ങളാണെങ്കിൽ
എഴുതുന്നതുമായിട്ട് പലപ്പോഴും യാതൊരു ബന്ധവും ഉണ്ടാകുകയില്ല. എന്നാൽ മലയാള പദങ്ങൾ മിക്കതും ഉച്ചരിക്കുന്ന പോലെയാണ് എഴുതുന്നത്. അതിന് അപവാദങ്ങളാണ് ഈ പറഞ്ഞത്. ഈ കണി, ബലം എന്ന ഒട്ടേറെ പദങ്ങളുണ്ട്. അതിന് അല്ലാത്തതൊക്കെ നമ്മൾ എഴുതിയിരിക്കുന്ന പോലെ തന്നെ ഉച്ചരിക്കണം. പിന്നെ ചില തർജ്ജമകൾ അത് ശരിയായി മനസ്സിലാക്കണമെങ്കിൽ ഗ്രീക്ക്, ഹീബ്രു ഭാഷകൾ മനസ്സിലാക്കണം. എല്ലാവരും ഗ്രീക്ക് ഭാഷ പഠിക്കണമെന്ന അർത്ഥമല്ലേ പറഞ്ഞത്. ഉദാഹരണത്തിന്, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, ഒരു തരം വാച്യാർത്ഥമാണത്. ഏകദേശം ഗ്രീക്ക് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രീക്ക് കൊടുത്തിരിക്കുന്നു എന്ന് ഞാൻ പറയാൻ കാരണം, ഈ എഴുത്തുകാരൻ യോഹന്നാനാണ്. യോഹന്നാൻ ഈ ഗ്രീക്ക് ഭാഷയിൽ പണ്ഡിതനോ ഒന്നും അല്ല, സാധാരണ ശൈലി എഴുതിക്കുന്ന. അപ്പോൾ അങ്ങനെ ഒരു ധ്വനി ഉണ്ടതിന്. പക്ഷേ അത് തർജ്ജമക്കാര് അങ്ങനെ മരിക്കുന്ന മൃതന്മാർ എന്ന് പറയുമോ? മരിക്കുന്നവര് പിന്നെ മരിക്കുന്ന മൃതന്മാർ, അത് ഈ മരണ വീടുകളിലൊക്കെ സുവിശേഷന്മാർ എടുത്തിട്ട് പ്രസംഗിക്കുക. ഭാഷ അറിയാവുന്ന ആളുകൾ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന അല്ലേന്ന് തോന്നിക്കുകയല്ലേ. അപ്പോൾ ഒട്ടേറെ ആവർത്തനങ്ങൾ നമ്മുടെ പ്രയോഗങ്ങളിൽ, ഭാഷാപ്രയോഗങ്ങൾ ഉണ്ടാകുന്നത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഭാഷ അവര് എഴുതിയപ്പോൾ വന്നാറ്, പോയാറ്, ചെന്നാറ് എന്നൊക്കെ അന്ന് 200 നൂറ്റാണ്ടിനും അല്ലെങ്കിൽ 200 വർഷം മുമ്പ് അങ്ങനെ ഉപയോഗിക്കാമായിരുന്നു. വാങ്ങിപ്പോയപ്പോൾ ഒന്ന് അന്ന് പ്രയോഗിക്കാം. പക്ഷെ ഇന്ന് ആ പ്രയോഗങ്ങൾ നിലവിലില്ലാത്ത പദങ്ങൾ കഴിവത് ഉപയോഗിക്കരുത് എന്ന് പറയാൻ വേണ്ടിയാണ്. നമ്മൾ ആധുനികമായ, ഉദാഹരണത്തിന് ബൈബിളിൽ ചില നല്ല തർജ്ജമകളുണ്ട്. ഉദാഹരണത്തിന്, ആദം ഹവ്വയെ അറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അത് ഒരു നല്ല പ്രയോഗമാണ്. അതിനിപ്പോൾ ചിലടത്ത് പരിഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ട്. ആധുനിക ഭാഷ ഇതൊന്നുമല്ല, പ്രാപിച്ചു എന്നാണ് കൊടുക്കുന്നത്. അതിനും കുഴപ്പമില്ല. അപ്പൊ അറിഞ്ഞു എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു സഭ്യമായ പ്രയോഗമാണ്. അപ്പൊ അത് സുവിശേഷകന്മാർ പ്രയോഗിക്കുമ്പോൾ അറിഞ്ഞു തന്നെ പ്രയോഗിക്കുകയായിരിക്കും നല്ലത്. ബൈബിളിൽ പരിഭാഷകന്മാർ ഒരുപക്ഷെ വളരെ സസൂക്ഷ്മമായി പരിഭാഷപ്പെടുത്തിയപ്പോൾ ഉപയോഗിച്ച ചില പ്രയോഗങ്ങളാണത്. അതേസമയം അവര് വിവേചനമില്ലാതെ, ചിന്തിക്കാതെ ഒട്ടേറെ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം ഈ മലബാർ പ്രദേശത്തുള്ള ആളുകളെ സ്വാധീനിച്ചാണല്ലോ ഗുണ്ടട്ട് തർജ്ജമ ചെയ്ത്. ആദ്യം തർജ്ജമ ചെയ്ത് ബെയിലി മധ്യതിരുവിതാംകൂർ ഭാഷയാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന്, മധ്യതിരുവിതാംകൂർ നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ പേറ്റുക എന്നാ പറയുന്നത് ഇല്ലേ. അത് ആണ് ഈ ലേവ്യ പുസ്തകത്തിൽ പേറ്റുക എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സങ്കീർത്തനത്തിൽ കാറ്റ് പാറ്റുന്നതാണ് പറയുന്നത്. അതിന്റെ അർത്ഥം ഈ മലബാറുകാരത് തർജ്ജമ ചെയ്ത. ഇപ്പൊ കുടി എന്ന് പറയുന്ന അർത്ഥം കുടിക്കുക എന്നല്ല, വീട്, കുടിൽ. തൃശ്ശൂർ അങ്ങനെ ഉപയോഗിക്കുമോ? തൃശ്ശൂർ കുടി ഉപയോഗിക്കുമോ? തൃശ്ശൂരിന് അപ്പുറത്തേക്ക് മലപ്പുറത്ത് എല്ലാം കുടിയാണ്. കുടി പോവാന്നാ പറയുന്നത്. അത് വീട് എന്നർത്ഥമില്ല. ഇപ്പോൾ അത് ആ മലബാറിലുള്ള ആളുകൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. നമ്മൾ വീടെന്ന് പറയുന്നതിന് പകരമാണ് ഒരു കുടി എന്ന് പറയും. അപ്പോൾ ഒട്ടേറെ പ്രയോഗങ്ങൾ മലയാളത്തിൽ ഇപ്പോൾ ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത് അത് തെറ്റാണോ ശരിയാണോ എന്ന് വിലയിരുത്തി നാം പ്രയോഗിക്കുകയും എഴുതുകയും ചെയ്യണം. ഇപ്പോൾ ഞാൻ ഈ ബൈബിൾ വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനം എഴുതിയപ്പോൾ ഞാൻ വെളിപ്പാടെന്നുള്ള ഒരു എഴുതിയത്. ഇതൊരു പെന്തക്കോസ്ത് ഭാഷ കണ്ടിട്ട് എന്നോട് വളരെ കോപിച്ചാ പറഞ്ഞ് ബൈബിളിലെ ഭാഷ മാറ്റി. ഞാൻ പറഞ്ഞു, സാഹിത്യ ഭാഷയില് ഇപ്പോൾ ഇരട്ടിപ്പും അധികാരവും പലതും ഒഴിവാക്കിയിരിക്കുക. മാധ്യമം എന്നുള്ളത് ദഹനവും മേലോട്ട് ദായം കൂട്ടിച്ചേർത്ത് ഇപ്പൊ ഇല്ല, വെറും മാധ്യമം മാത്രമേ ഉള്ളൂ. അതെ അങ്ങനെ എഴുതുള്ളൂ. മധ്യസ്ഥൻ എന്ന പദപ്രയോഗം എന്താ അർത്ഥം? മധ്യസ്ഥൻ അതിന്റെ വന്നാണ് മാധ്യമം. അതെ, ശരി. അത് ശരിയാണെങ്കിലും അത് ഇരട്ടിപ്പ് അധികാരം പലതും ഒഴിവാക്കുകയാണ്. അത് നിങ്ങൾക്ക് ചോദ്യം ചെയ്യിക്കാം. നിങ്ങൾക്ക് ഇപ്പം ചോദിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചോദിക്കാതിരിക്കുകയാണ്. ചോദിച്ചാൽ നന്നായി. അങ്ങനെ ചോദിച്ചോളൂ. അപ്പൊ മാധ്യസ്ഥൻ അല്ലേ. അപ്പൊ അത് ഈ ഇരട്ടിപ്പ് അത് പലപ്പോഴും ഒഴിവാക്കുക. ഉദാഹരണത്തിന്, ആഢ്യം മേലോട്ട് ഇങ്ങോട്ട് ചേർക്കണം. പീഡനം എന്ന് പറയല്ലോ, അത് ഒഴിവാക്കുകയാണ്. സാഹിത്യം ഒഴിവാക്കണമായിരുന്നു ഞാൻ പറയുന്നത്. ചില പദങ്ങളൊക്കെ നമ്മൾ ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ പ്രയോഗത്തിലില്ലതോ. ആഢ്യം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് ഢായിട്ടിട്ട് ഒരു കുനിപ്പൂടെ ചേർത്ത് ആഢ്യം ചേർക്കുന്നത്.
ആ ഈ ഗ്രാമറിൽ അങ്ങനെ ഉപയോഗിക്കും. ആ മലയാളത്തിൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് അത്ര അതെങ്ങനെ എഴുതണം? അതെങ്ങനെ വേണം? അതിന് അത് എന്ന് കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യം എന്നാ മതി. ഗ്രീക്കിലെ പ്രസന്റ് ആക്റ്റീവ് ടെൻസ് ആണ്. അല്ല, അത് ഈ ഗ്രീക്കില് അതിൻ്റെ ഒരു ധ്വനി വരുന്നുണ്ട്. ഒരു ധ്വനി വരുന്നുണ്ട്. പക്ഷെ അത് ഈ ധ്വനി വരുമ്പോൾ അത് അങ്ങനെ തന്നെ ഉപയോഗിക്കേണ്ടതില്ല. ചില പ്രയോഗങ്ങൾ, ഉദാഹരണം ആമോസിന്റെ പുസ്തകത്തിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഭാഗം പുതിയ തർജ്ജമയുണ്ട്. അതിനകത്ത് കൊടുത്ത് ഇങ്ങനെയാണ്: കർത്താവ് കഴുതപ്പുറത്തും കഴുതക്കുട്ടിയുടെ പുറത്തും. അതെ, അത് ഒരു കോമ ഇട്ടിരുന്നെങ്കിൽ ഒരു ഒട്ടവും ഇല്ലായിരുന്നു. കഴുതപ്പുറത്ത് കോമ കഴുതക്കുട്ടിയുടെ പുറത്ത് ഒന്ന് തന്നെയാ. അത് വിട്ടുപോയ ചെറിയൊരു കാര്യമുള്ളൂ. ഈ കോമയ്ക്ക് വലിയ അർത്ഥമുണ്ടല്ലോ അല്ലേ? പണ്ടൊരു ജഡ്ജ്മെന്റ് കേട്ടുണ്ടായിരിക്കുമല്ലോ. ജഡ്ജ്മെന്റിനകത്ത് ജഡ്ജി വിധിക്കുകയാണ്, ഹാങ് ഹിം ലെറ്റ് ഹിം നോട്ട് ഗോ. അതിനകത്ത് കോമമാർ ഹാങ് ഹിം നോട്ട് ലെറ്റ് ഹിം ഗോ. ആ കോമ ഇടാൻ മറന്നുപോയി, മാറിപ്പോയി. വക്കീൽ വിദഗ്ധനായിരുന്നു. വക്കീൽ പറഞ്ഞു ജഡ്ജി അയാളെ തൂക്കിയിട്ടങ്ങ് വിട്ടേക്കാൻ, ലെറ്റ് ഹിം ഗോ. കോമ നോട്ടിന് പകരം അങ്ങോട്ടായി ഹാങ് ഹിം നോട്ട് ലെറ്റ് ഹിം ഗോ. ഹാങ് ഹിം കോമ നോട്ട് ലെറ്റ് ഹിം ഗോ എന്ന് വേണ്ടിയായിരുന്നു. അപ്പോൾ കോമ എന്ന പദത്തിന്റെ അർത്ഥം ചൂണ്ടിക്കാണിക്കാൻ ഈ ദൃഷ്ടാന്തം സാധാരണ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അപ്പോൾ ഈ ആമോസിന്റെ പുസ്തകത്തിലെ ആ ഒരു കോമ ഇട്ടിരുന്നെങ്കിൽ അർത്ഥം കൂടുതൽ. അത് ഒത്തിരി ഞാൻ ഈ തർജ്ജമയെക്കുറിച്ച് ഒത്തിരി പറയാനല്ല, നിങ്ങൾക്ക് ചോദിക്കാൻ, നിങ്ങൾക്ക് ഒരു ചോദിച്ചു.